താങ്കളുടെ ഈ വരവ് കാത്തിരുന്നത്. എന്താണ് മലയാളി ആരാധകരോട് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. ഇപ്പം മാത്രമല്ല, എന്നെ ടീമിൽ എടുക്കാത്തപ്പോഴും ടീമിൽ ഉള്ളാകുമ്പോഴും പെർഫോം ചെയ്യാത്തപ്പോഴും നമ്മുടെ കുറേ സെറ്റ് ബാക്സിലാണല്ലോ നമ്മുടെ നാട്ടുകാർ എപ്പോഴും കുറച്ച് കൂടുതൽ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എപ്പോഴും ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചൊരു സന്തോഷം കൊടുക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നാട്ടിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വേറെ ഭയങ്കര മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ക്രിക്കറ്റ് ഉറപ്പായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കളി ജയിക്കും, ചിലപ്പോൾ കളി തോക്കും. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ജെന്യുവൻ സപ്പോർട്ടും ഇത്രയും പ്രാർത്ഥനകൾ കാണുന്ന കുറേ വീഡിയോസും കുറേ മെസ്സേജസും കുറേ റീൽസും വീട്ടിൽ വൈഫ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്രയും സ്നേഹം എനിക്ക് അറിയിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിന് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒന്ന് മനസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത്. സച്ചിന്റെ ഉപദേശം കിട്ടി എന്ന് പറഞ്ഞു. സച്ചിനെ പോലെ ഒരാൾ സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ്. അതെ അതെ അതെ. ആ ഒരു പ്രേരണ എത്രത്തോളം ഗുണം ചെയ്തു? അയ്യോ, അത് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു. IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് മനസ്സൊന്ന് ഒന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ. അപ്പോൾ പിന്നെ ഒരു പേര് മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്. അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങളുണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. അതെ, മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അതെ, അതെ അതെ, വലിച്ചടിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നത്. അപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കുറേ കളി വലിച്ചടിച്ച് നോക്കി. അപ്പോൾ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പോൾ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മുടെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ നോക്കി. പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്. ഹൈപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഞാൻ അതൊന്നും ആലോചിക്കാനും നോക്കാനും പോയിട്ടില്ല. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാണുന്നുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എത്രയാണ് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പണാക്കി വയ്ക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ 1 മാസമായിട്ട് ഫോൺ ഓഫാണ്, ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സെ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു. നാട്ടിലൊന്നുമില്ല, ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ അച്ഛനമ്മയായിട്ടൊന്ന് 2 ദിവസം ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ 2 ദിവസം സമയം കുറച്ച് മിണ്ടാതെ ഇരിക്കുമായിരുന്നു. നാളെ എന്തോ ടീമിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടെന്ന് പറയണ കേട്ടോ. നാളെ ഡൽഹിയിലൊരു നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ എന്തോ ഒരു ഇവൻ്റ് ഇന്ന് രാത്രി ഒന്ന് കൺഫേം ആവും. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. വലിയ സന്തോഷം, താങ്ക് യു സോ മച്ച് ഇത്രയും വലിയ സപ്പോർട്ടിന്. ഇതിനെയും കാട്ടിയും എന്ത് ആവശ്യപ്പെടാനും വലിയ സന്തോഷം. താങ്ക് യു എല്ലാവർക്കും, വലിയ സന്തോഷം.